ഉറങ്ങുമെന്നൊന്നും അറിയില്ല, പോയി നോക്കട്ടെ. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് റമദാൻ 2 അപ്പോൾ റമദാൻ 2 റമദാൻ 2-ാം തീയതി തന്നെ ഒരു നോമ്പറുണ്ട്. എനിക്ക് മാത്രമാണ് നോമ്പറ, എനിക്കല്ല ഇപ്പോൾ കൊണ്ടുഷിപ്പൊക്കെ വരാൻ പറ്റില്ല. അപ്പോൾ ഞാനിന്ന് നോമ്പറൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഇന്നലെ നമ്മൾ വ്ളോഗ് ഇട്ട സമയത്ത് നമ്മൾ ഒരാൾക്കാർ ചോദിച്ചു ഇപ്പോഴത്തേക്ക് എന്താ പറ്റിയെന്നുള്ളത്. അപ്പോൾ എന്താ പ്രശ്നം എന്നുള്ളത്, ചെറിയൊരു പനി മാത്രം, പനി വന്നാലേ, പിന്നെ അതിൻ്റെ കൂടെ ചെറിയൊരു പല്ലുവേനയും വന്നു. അങ്ങനെ ഒന്ന് വയ്യാണ്ടായി പോയതാ, സൈഡായി. നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ പറഞ്ഞല്ലാണ്ട് അത് നോക്കണ്ട. പിന്നെ ആൾക്കാർക്ക് കൺഫ്യൂഷനായി. പക്ഷെ ഈ മനസ്സിലാക്കണം, എന്താ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനുള്ള അതിനുള്ള സ്നേഹം കണ്ടില്ലേ അല്ലേ? നമ്മള് ഒന്ന് വയ്യാണ്ട് നമ്മൾ എത്ര ആൾക്കാർ ചോദിക്കാൻ, നമുക്ക് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അതിലാൾ ഹാപ്പി ആട്ടോ. ഇന്നലെ പറയുന്നുണ്ട്, കണ്ടോ എനിക്ക് ചോദിക്കാൻ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് വയ്യാണ്ടായി കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയാണ്. സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഇന്നിപ്പോ ഞാനില്ലേ, ലീവാ, ഇങ്ങോട്ടേക്കല്ലേ. അയ്യാ ഇവിടുന്ന് അഡ്ജസ്റ്റ്മെന്റാ. ആ അപ്പൊ ഞാൻ പോവാണ്. എന്താണ് എനിക്ക് ഒരു വിഷമം അറിയുക? സീരിയസ്ലി ഉറങ്ങാനോ? ഈ നോമ്പിന് നമ്മളെ ഇവന്റെ ഒരു പ്രത്യേക സാധനം ഉണ്ടാക്കുന്നുണ്ട്. അത് എപ്പോഴാന്ന് അറിയില്ല. എനിക്ക് ഒന്ന് നോമ്പ് 10-നുള്ളിൽ ഉണ്ടാക്കുന്ന പറഞ്ഞേ. എന്തോ ഒരു സ്പെഷ്യൽ ഡിഷ്. ഇല്ല, ഉണ്ടാക്കൂല. ഈ പ്രാവശ്യം അവള് ഭയങ്കര പ്ലാനിങ്. എങ്ങനെ അറിയാം? ഈ പ്രാവശ്യത്തെ അവളെ പ്ലാനിങ് നോമ്പ് 1 മുതൽ നോമ്പ് 30 വരെ ഡെയിലി വ്ളോഗ്, അതേമാതിരി തന്നെ ഓരോ വീടിന്റെ റെസിപ്പി ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നില്ല ഇവ. തിരുമ്പി ചെയ്യാനോ? തിരുമ്പാൻ പോയി ഇപ്പോ? ഓ തിരുമ്പി വരുന്ന്. തിരുമ്പി വരുമല്ലേ? പണ്ടൊക്കെ എന്നെ കോമഡിക്ക് ചിരിക്കല്ലേ, ഇപ്പൊ അങ്ങ് ചിരിയൊന്നും വരുന്നില്ല. ഞാൻ പോട്ടെന്നാല്, ബൈ. അപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങാണ്, ബൈട്ടോ. അപ്പം ഞാനിതാ ഇപ്പം എൻ്റെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ ഉമ്മനെയും പെങ്ങളെയൊക്കെ കൂട്ടിയിട്ട് വേണം എന്താ പറയുക നോമ്പറുള്ള അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വാപ്പൻ്റെ ഫാമിലിയാണ്. ഫാമിലി എല്ലാവരും കൂടി ഇങ്ങനെ ഓരോ വിഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് കൂടാണ്. അപ്പോൾ നോമ്പ് 2-ന് തന്നെ എന്തായിരിക്കും നോമ്പറാക്കി. ഇനിയിപ്പോൾ അതിനങ്ങോട്ട് ഇപ്പോൾ വീട്ടിലേക്ക് വന്നാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഇനി ഉമ്മനെയും പെങ്ങളുണ്ട്, ഓലെയും കൂട്ടി അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. ഇതാണ് അവസ്ഥ നമ്മളെ വീട്ടിൻ്റെ. എന്താ പറയുക, ഫുള്ളും മാവിൻ്റെ മുകളിൽ നിന്ന് കാറങ്ങ് കിട്ടിയിട്ട് ഞാൻ അപ്പോൾ കാറിങ്ങനെ മൂടിയിട്ടതാണ്. എന്നാലും ആ മൂടിയിട്ടതിൻ്റെ മുകളിൽ മൊത്തം കണ്ടിട്ട് ഞങ്ങൾ കാറായി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതാണ് മെയിനായിട്ട് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നം. പിന്നെ സൈഡിൽ കണ്ടില്ലേ, മാവ് വലുതായം കൊണ്ട് ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഇനിയിപ്പോൾ കാറ് എടുത്തു കഴിഞ്ഞാൽ ഇതേമാതിരി കവറിടലാണ് പ്രയാസം. അപ്പോൾ എന്താ പറയുക, നോമ്പറൊക്കെ കഴിഞ്ഞ് ഉമ്മനെയൊക്കെ വീട്ടിലാക്കി കഥ പറഞ്ഞ് ഇരുന്ന് ഇപ്പോഴാണ് അമ്മയൊക്കെ വീട്ടിലെത്തിയത്. എനിക്ക് ഇപ്പോൾ സമയം 11:30. ഒരാളവിടെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്, വരില്ലേ എന്താ വരാത്തത്, എപ്പം വരും എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വരില്ല പറഞ്ഞപ്പോൾ എന്താ പറയുക, ആള് ഫോൺ വെച്ചൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എന്താ ചെയ്യുക. ഞാനിപ്പോൾ അവളവിടെ നിൽക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ അവൾ എന്തെങ്കിലും പറഞ്ഞോളെ എത്തിക്കും. അതാണ് അവളെ എത്തിച്ചില്ലേ അവൾക്ക് സമാധാനം കിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ 1-ാമത് ലൈറ്റായി, ഇപ്പോൾ 11:48 ഉറങ്ങുമെന്നൊന്നും അറിയില്ല, പോയി നോക്കട്ടെ. എന്തായാലും അവളുടെ അടുത്തേക്ക് പോവാണ്. ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു, കാത്തിക്കാൻ തോന്നുന്നു. ആർക്ക് നോക്കുന്നുണ്ടല്ലോ, പോയോക്കട്ടെ. തുറക്കാൻ പോയിട്ട് ഫുൾ അടിച്ചു മാറി മുമ്പേക്ക് വീഴ്ത്ത് വന്നു. എന്നിട്ട് ഇപ്പൊ ജ്യൂസും ഫ്രൂട്ട്സൊക്കെ പിന്നെയും കഴിക്കുന്നു. മുംബൈയില് കോഴി മക്കളുണ്ടോ ആശിക? എങ്ങനെ നോമ്പറ? ആ ഫുള്ള് കുടിച്ചോ? ഫുള്ള് കുടിച്ചോ ആശിക്ക? ഞാൻ വീഡിയോ ഓണാക്കി നിൽക്കുന്നതിനോട് ആശിക്കൊക്കെ ഒന്നും പറയാൻ പറ്റുന്നില്ല. തണുപ്പില്ലേറ്റാ? ഇന്നത്തെ നോമ്പർ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡൊക്കെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? വീഡിയോ എടുത്തീനോ? അങ്ങനെ ഇങ്ങോട്ട് വരാൻ രാത്രി നല്ല ലേറ്റ് ആയിക്കുന്നുണ്ട്. 12 മണി അടുത്തൊക്കെ ആയുണ്ടാവും.
അപ്പോൾ വന്നപ്പോൾ പിന്നെ ഇപ്പം നല്ല ടയേർഡായിരുന്നു, ഞാൻ നല്ല ടയേർഡായി. അപ്പോൾ അങ്ങനെ ഫുഡ് അടി പരിപാടിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ഇപ്പോൾ ഇപ്പം നോമ്പ് 3 പറയുമ്പോൾ ഇന്നത്തേക്ക് നോമ്പ് 3. നോമ്പ് 1 ആവുന്നതും കണ്ടെക്ക്, നോമ്പ് തുടങ്ങുന്നതും കണ്ടെക്ക്, നോമ്പ് 3 ആവുന്നതും കണ്ടെക്ക്. ഇനിയിപ്പോൾ പെരുന്നാൾ ഇപ്പം തന്നെ ആവും. അപ്പോൾ അങ്ങനെ കാണല്ലേ നോമ്പിൻ്റെ കാര്യങ്ങൾ. ഇപ്പം എൻ്റെ പുതിയ ഫ്രണ്ടാ അറിയുമ്പോൾ എൻ്റെ പേരുള്ള എൻ്റെ ഫ്രണ്ടാ. എൻ്റെ ഫ്രണ്ടാണ് ചോദിക്കാൻ. ഗസ്റ്റാ കഴിഞ്ഞാ പോവില്ലേ? വെക്കേഷൻ വന്നു അങ്ങോട്ട്. വെക്കേഷൻ വന്നാ 3 മാസം കഴിഞ്ഞാ പോവും. 3 മാസത്തെ വെക്കേഷൻ വന്നാ സംസാരിക്ക്. ഇമോ 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 കണ്ടിട്ടാ കൊത്തിയാലോ. കണ്ടോ കമ്മല് കാണുന്നല്ലേ എന്റെ കമ്മല്. പേടിയുണ്ടെങ്കിൽ കണ്ണിനിപ്പോ മാന്തി. അതന്നെ ഇങ്ങനെ തലയില് പിന്നെ കണ്ണ് മീൻസ് കാലോണ്ടേ അത് ഇത്രയും നേരം മാലുന്നതാ. അന്ന സംസാരം കേട്ടിക്കാണ്. അതിനും അറിയാൻ തോന്നുന്നു ഗോൾഡിന് ഇത്രയും പൈസ ഉണ്ടെന്നല്ലോ. തട്ട നീക്കുക തെരിയാണ്. എന്താ സാധനം കടിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. കമ്മല് എന്തൊക്കെയാ അതാ എന്തൊക്കെയോ ട്രൈ ചെയ്യാ. എനിക്ക് ഞാൻ പാട്ടിട്ടരാം. കിളിന്റെ പാട്ട് എടാ. എനിക്ക് തട്ടട്ടി ഇടിച്ചേരാണ്. ഈ തട്ടടായിട്ട് തട്ടടിപ്പിച്ചിരുന്നക്ക് നിങ്ങക്ക് തട്ടടിപ്പിച്ചൊക്കെ ഇപ്പൊക്ക് സീരിയസ്ലി അതൊന്നല്ല, അത് ഷോളിന്റെ അവിടെ ഒരു നൂലറ്റം പിടിക്കാൻ തോന്നുന്നു. കാലോട്ട് പിടിച്ചു നോക്ക്. ഏതാണ് ഇവിടെ ഒരാളെ പേടിപ്പിക്കാണ്. ആദ്യം കാണിക്കുന്ന സിംഹ അലിവ. ആക്ച്വലി നമ്മൾ ഫസ്റ്റ് എടുത്തപ്പോ നല്ല പേടിച്ചില്ലേ. ഇപ്പൊ പേടിയൊന്നുമില്ല. ഓ ഫസ്റ്റ് അല്ലേ പേടി. ഇതിനടുത്ത മാന്. എന്താ എന്താ അത് പിന്നെയും പേരുണ്ട്. അത് പിന്നെയും പേടി ബാക്കോട്ട് പോകുന്നുണ്ട്.